ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഈ എക്സാലോജിക് കരിമണൽ കമ്പനി CMRL ഇടപാടിൽ അതിൽ ഹൈക്കോടതിയിൽ നാളെ ഈ ഹർജികൾ വരുമ്പോൾ ഷോൺ ജോർജിന്റെ ഉപഹർജി അതാണല്ലോ ഇതിലേക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന സബ്ജക്റ്റ്. അപ്പോൾ ഈ ഉപഹർജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് കൂടുതലായി ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നുവെന്ന് പറഞ്ഞ് വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് 11:30 കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഷോൺ ജോർജ് എന്ന രീതിയിൽ പ്രൊമോ ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ വന്നു തുടങ്ങി. ഷോൺ ജോർജിന്റെ വാർത്താ സമ്മേളനമുണ്ട്, 11:30 ഷോൺ ജോർജ് സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ േക്കാളേറെ കാത്തിരുന്നത് VD സതീശനാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം VD സതീശന്റെ പ്രതികരണവും ഷോൺ ജോർജിന്റെ വാർത്താ സമ്മേളനവും തമ്മിലുള്ള ദൈർഘ്യം വളരെ കുറവാണ്. ഡോക്ടർ അരുൺ 12:11 അമേരിക്കയിലെ അക്കൗണ്ടിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും ഇതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഷോൺ ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൃത്യം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും 1:20 VD സതീശൻ ആരംഭിക്കുകയാണ്. എന്താണ് പറയുന്നത്? മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ആ മാളത്തിൽ നിന്നും പുറത്തു വരണം. അതാണ് VD സതീശന്റെ ആവശ്യം. അപ്പോൾ ഷോൺ ജോർജും VD സതീശനും മറ്റേ KD കമ്പനി എന്ന് പറയുന്നത് പോലെ രണ്ടുപേരും കൂടി ആലോചിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആണോ ഇത്? കാരണം ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്തത്തോടെയുള്ള ചില കാര്യങ്ങൾ നടപ്പാക്കലാണോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ സാർ, നിലപാടിന്റെ ഒരു നിലപാടിലേക്ക് എത്താൻ വ്യഗ്രത കൊണ്ട് BJP ചേർത്ത് മറന്നുപോയോ എന്നുള്ളതാണല്ലേ? ഇല്ലില്ല, ഞാനൊന്നും മറക്കാറില്ല സാർ, ഞാനൊന്നും മറക്കാറില്ല. ജൂൺ 4 എനിക്ക് ജൂൺ 4 ഞാൻ കാത്തിരിക്കുകയാണ് സാർ, ഒന്നും ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടുപേരുടെയും വാർത്താ സമ്മേളനങ്ങൾ പ്രതികരണങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. അതായത് ഈ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിനായി VD സതീശൻ നേരത്തെ ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ്റെ ഹർജി അടക്കം തള്ളിപ്പോയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ ഷോൺ ജോർജ് പറഞ്ഞതിനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റെടുക്കുന്നത് ആരാണ്? VD സതീശൻ. അതാണ് സാർ എൻ്റെ പോയിന്റ്. ഷോൺ ജോർജ് BJP അല്ലേ? സാർ പറയട്ടെ സാർ, തോക്കിക്കയറി വെടിവെക്കാതെ, ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പോൾ K. സുരേന്ദ്രൻ ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ VD സതീശൻ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ, അതായത് ED തുടങ്ങിയ എല്ലാ കേന്ദ്ര ഏജൻസികളെയും കുറ്റപ്പെടുത്തുന്ന VD സതീശൻ ഇക്കാര്യത്തിൽ ആ സഹായം സാർ ഇത് എന്റെ ഇതിപ്പോ 5 ഇടപെടലായി. ഓക്കെ, അപ്പോൾ ഷോൺ ജോർജിന്റെ ആരോപണം VD സതീശൻ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഷോൺ ജോർജ് കൊണ്ടുവന്ന കഴിഞ്ഞ ദിവസത്തെ ഉപഹർജിയിലെ ഡീറ്റെയിൽസിനേക്കാൾ കൂടുതലായി എന്താണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ് എനിക്ക് ആ വാർത്താ സമ്മേളനത്തിന് ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ ആ വാർത്താ സമ്മേളനത്തിന്റെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കേട്ട് നോക്കിയാലും കഴിഞ്ഞ ദിവസം ആ ഉപഹർജിയിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്താണ് വിശദീകരിച്ചത് മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ കുറച്ചൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സ്വപ്ന സുരേഷിനെ ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ ഈ സ്വപ്ന സുരേഷ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ റീകോട്ട് ചെയ്യുകയാണ്. നമ്മൾ എക്സിൽ റീട്വീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ റീകോട്ട് ചെയ്തുകൊണ്ട് അതൊന്ന് പുതിയ പാക്കിങ്ങിൽ അവതരിപ്പിക്കുകയാണ് ഷോൺ ജോർജ് ഇന്ന് ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ. ഇതിൽ സ്വപ്ന സുരേഷിനെ കുറിച്ച് ഒരു വരിയിൽ പറഞ്ഞു പോകുന്നുമുണ്ട് ഷോൺ ജോർജ്. അന്ന് സ്വപ്ന പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിക്ക് ബിനാമി അക്കൗണ്ടുകളുണ്ട്. സ്വപ്ന പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായും തെറ്റുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ബിനാമി അക്കൗണ്ടുകൾ ആർക്കൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയില്ല. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം വരികയാണെങ്കിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിലെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിദേശത്തെ അക്കൗണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടന്നു. അത് കണ്ടെത്തേണ്ടത് ഷോൺ ജോർജ് അല്ല നികേഷ് സാർ, അത് കണ്ടെത്തേണ്ടത് ഏജൻസികളാണ്, അന്വേഷണ ഏജൻസികളാണ്. വിദേശത്തെ അക്കൗണ്ടിലൂടെ ഇങ്ങനെയുള്ള കോടികളുടെ ട്രാൻസാക്ഷൻ നടന്നോ, അത് അമേരിക്കയിലേക്കോ മറ്റു ബാങ്കുകളിലേക്കോ പോയോ, അതിലേക്ക് അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഉപഹർജിയിൽ ഹൈക്കോടതി തീർപ്പാക്കിയാലേ അതിലേക്ക് അന്വേഷണത്തിനായി SFIOയ്ക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. SFIOയുടെ അന്വേഷണം ഈ വിഷയത്തിലേക്കും വേണം. വിദേശത്തേക്ക് പോയിട്ടുള്ള ഈ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ UAE ഈ അക്കൗണ്ട് അതിലേക്കൊക്കെ അന്വേഷണം നീളണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ബാംഗ്ലൂർ, കൊച്ചി, തിരുവനന്തപുരം ഈ ഒരു നെക്സസിൽ കിടന്ന് കളിക്കുന്നതിന് പകരം ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഷോണിന്റെ ആവശ്യം. ഷോൺ ജോർജ് BJPയിൽ അംഗം തന്നെയാണ്. ഈ വിഷയത്തിൽ പക്ഷേ ഷോൺ ജോർജ് എടുക്കുന്ന സ്റ്റാൻഡ് UAE അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോജിക്കിന് അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അറ്റ് ദിസ് ടൈം അതൊരു ആരോപണം മാത്രമാണ്. അതിൽ അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല. ഏതെങ്കിലും അന്വേഷണ ഏജൻസി അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തി വന്ന് പറയുന്ന ആരോപണം മാത്രമായിട്ടാണ് അത് നിൽക്കുന്നത്. പിന്നെ നേരത്തെയുള്ള വീണയുടെയും M. സുനീഷിൻ്റെയും പേരിലുള്ള അക്കൗണ്ടിനെ കുറിച്ച് അതും ഷോണിൻ്റെ വാദമാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നു. 2018 അതിനായിട്ട് കോട്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് നമ്മൾ നോക്കണം. ആ ഡേറ്റും ഇതും തമ്മിലാണ് ഒരു മാച്ചിങ് ഉള്ളത്. 2018 ഡിസംബർ 1 എക്സാലോജിക്ക് കരാർ ഒപ്പിടുന്നു. 2020 നവംബർ 30 മുൻപ് ഈ അക്കൗണ്ടുകളിൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്ന് പണം വന്നു. അതാണ്
കണ്ടെത്തേണ്ട കാര്യം. അത് കണ്ടെത്തണമെങ്കിൽ അന്വേഷണം നടക്കണം. അല്ലാതെ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു ലേമാന് ഈ തെളിവുകളെല്ലാം കൊണ്ടുവന്ന് പൊതുസമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രം അത്രയും കേപ്പബിളായ ഒരാളാണ് ഷോൺ ജോർജ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ബന്ധപ്പെട്ട ഏജൻസി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. എന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇരുന്ന് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലെ വീണ തൈക്കണ്ടിയിൽ എന്ന വീണ വിജയൻ ഇതിൽ നിരപരാധിയാണ്, വീണയെക്കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല എന്നൊരു തിട്ടൂരത്തിലേക്ക് പോകേണ്ട സമയമായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീണ വിജയനെ കുറിച്ച് ആദ്യമായിട്ടല്ലല്ലോ ഈ ആരോപണങ്ങൾ വരുന്നത്. ഈ ആരോപണങ്ങൾ ഉയരുമ്പോഴൊന്നും മാനനഷ്ട കേസുമായി പോയതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. വീണ വിജയനെ കുറിച്ച് എന്തെല്ലാം പറയുന്നു, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഈ പറഞ്ഞ സർ പറഞ്ഞതുപോലെ മലയാള മനോരമയിൽ വന്ന മാസപ്പടി ആരോപണം മുതൽ ആ വാർത്ത മുതൽ ഇങ്ങോട്ട് എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം വരുന്നു. വീണ വിജയൻ എന്താണ് ഇതൊന്നും കൊണ്ട് അവർക്ക് ഈ രീതിയിലുള്ള ഒരു മാനനഷ്ടം സംഭവിക്കുന്നില്ലേ? ഒരു മാനനഷ്ട കേസിലേക്ക് പോകാമല്ലോ. മുഖ്യമന്ത്രി കൊടുക്കേണ്ട, വീണ വിജയൻ കൊടുക്കണമായിരുന്നു. വീണ വിജയൻ ഇന്നിപ്പോൾ ഷോൺ ജോർജ് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊരു മാനനഷ്ട കേസിലേക്ക് ഈ വീണ വിജയൻ പോകുന്നില്ല. അവിടെ അക്കൗണ്ട് ഇല്ല എന്ന് വീണ പറയുന്നുണ്ടോ? ഇല്ല. വീണ നിശബ്ദയാണ്. മുഖ്യമന്ത്രി മൗനത്തിന്റെ മാളത്തിലാണ് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ വീണ വിജയൻ അതിനു മുൻപ് തന്നെ ആ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല വീണ വിജയൻ. അതാണ് ഇവിടുത്തെ വസ്തുത. പിന്നെ ഈ ലാവ്ലിൻ കമ്പനിയെ കൂടി ഇതിലേക്ക് ഷോൺ കൂട്ടിക്കെട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു നെക്സസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നതിലേക്ക് അന്വേഷണം, ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവ് ഇതിനുണ്ട് എന്നത് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ചിത്രം വരച്ചു കാട്ടാനാണ് ഇന്ന് ഷോൺ ജോർജ് ശ്രമിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. $330,000 ഒരു ഇടപാടിൽ മാത്രം ലാവ്ലിൻ കമ്പനി കൈമാറി എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ ആരോപണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ മലയാളികൾക്ക്, കേരളീയ പൊതുസമൂഹത്തിൽ അവകാശമുണ്ട്. അത് എന്തുകൊണ്ടാണ്, എന്ത് കാര്യത്തിനാണ്, എങ്ങനെയാണ് ആ ഇടപാട് നടന്നത് എന്നുള്ളത് മലയാളിക്ക് അറിയേണ്ട കാര്യം തന്നെയുണ്ട്. തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഷോൺ ജോർജ് ഈ ആരോപണം ഉന്നയിച്ചത് എന്നുള്ള വാക്കുകൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം, ഒരു ഏജൻസിയുടെ അന്വേഷണം വരുമ്പോൾ അതിന് തെളിവ് കൊടുക്കാൻ ഷോൺ ജോർജ് ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജിനെ അങ്ങ് കുറ്റവാളിയാക്കി മാറ്റി നിർത്തുകയല്ല. അതിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് നെല്ലും പതിരും തിരിയട്ടെ. അതിൽ വീണ തൈക്കണ്ടിയിൽ ഇതിൽ ഉത്തരവാദിയല്ല. ഷോൺ ജോർജ് ആണ് തെറ്റെങ്കിൽ ഷോൺ ജോർജിനെ ശിക്ഷിക്കാമല്ലോ. ഒരു വ്യാജ ആരോപണവുമായി അല്ലെങ്കിൽ ഒരാളെ മോശക്കാരിയാക്കുന്നതിനായി മനഃപൂർവ്വം കോടതിയിലേക്ക് ഒരു ഉപഹർജിയുമായി പോയ ആളാണ്, അതും ഹൈക്കോടതിയിലേക്കാണ്. അങ്ങനെ പോയ ഒരാളാണ് ഷോൺ ജോർജ് എന്നുണ്ടെങ്കിൽ ഷോൺ ജോർജിനെ ശിക്ഷിക്കാമല്ലോ. കോടതിയുടെ സമയം മെനക്കെടുത്തിയതിന് സർ നേരത്തെ പറഞ്ഞു, നമ്മളൊക്കെ ചർച്ച ചെയ്ത് നമ്മുടെ സമയം മെനക്കെടുത്തുകയാണ് ഷോൺ ജോർജ് എന്ന്. ഇതേ കാര്യമാണ് ഷോൺ ജോർജ് കോടതിയിൽ പോയി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ സമയം കളഞ്ഞതിന് ഹൈക്കോടതിക്ക് നടപടിയെടുക്കാം. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ അങ്ങനെയുള്ള കേസുകളിൽ നടപടിയെടുത്ത സാഹചര്യം നമ്മുടെ മുന്നിലുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇതൊരു ആരോപണം മാത്രമായി നിൽക്കുകയാണ്. ഇത് മാത്യു കുഴൽനാടൻ രേഖയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 10, 5, 3, 2 എന്നിങ്ങനെ കുറേ രേഖകൾ കൊണ്ടുകൊടുത്തിട്ടും ഇതൊന്നുമല്ല ഞാൻ ചോദിച്ച രേഖ എന്ന് കോടതി പറഞ്ഞതുപോലെ, വിജിലൻസ് കോടതി പറഞ്ഞതുപോലെ ഷോൺ ജോർജിന് തിരിച്ചടി ഉണ്ടാകാതിരിക്കട്ടെ. കൃത്യമായി ഉന്നയിച്ച ആരോപണത്തിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ അത് തെളിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.